നമസ്കാരം. 11 ദിവസത്തെ ചാർധാം യാത്രയുടെ അനുഭവചിത്രം അനുവാചകർക്ക് പകർന്നു തക്ക വിധത്തിൽ ശ്രീ മോഹൻ എഴുതിയ സഫലമി ചാർധാം യാത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. സഫലമി ചാർധാം യാത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് ശ്രീ വെങ്ങാനൂർ രാമകൃഷ്ണൻ നായരാണ്. അധ്യാപകൻ, ആകാശവാണി അവതാരകൻ, ഭൗതിക ശാസ്ത്ര അധ്യാപകർക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ റിസോഴ്സ് പേഴ്സൺ, നെയ്യാറ്റിങ്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഫിസിക്സ് ഫോറം കൺവീനർ, ജില്ലാ സയൻസ് ക്ലബ് അസോസിയേഷൻ സെക്രട്ടറി, ഇതിനെല്ലാം ഉപരി നല്ലൊരു എഴുത്തുകാരനും കൂടിയായ ശ്രീ വെങ്ങാനൂർ രാമകൃഷ്ണൻ സാറിനെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. വെങ്ങാനൂർ രാമകൃഷ്ണൻ സാറിൽ നിന്നും പുസ്തകം സ്വീകരിക്കുന്നത് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് സിനിമാ ലോകത്തിന് തന്നെ അഭിമാനമായ ചലച്ചിത്ര താരവും UDS ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയായ ശ്രീമതി ഉദയചന്ദ്രിക നായരാണ്. മാഡത്തിനെയും ഈ ചടങ്ങിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മാം. ഇന്ന് പ്രകാശനം നടക്കുന്ന സഫലമി ചാർധാം യാത്ര എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ രചയിതാവും UDS ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് കോർഡിനേറ്റ് ഫിനാൻസും കൂടിയായ ശ്രീ S. മോഹൻ സാറിനെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഗ്രന്ഥപരിചയം നടത്താനായി എത്തിച്ചേർന്നിരിക്കുന്ന കവയത്രി, നിരൂപക, അധ്യാപിക എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീമതി ഷൈന കൈരളിയെയും സസ്നേഹം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിലെ അക്കാദമിക് ഡയറക്ടറായ ശ്രീ രാധാകൃഷ്ണൻ സാർ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് സഫലമി ചാർധാം യാത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിലേക്ക് കടക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യാൻ ശ്രീ വെങ്ങാനൂർ രാമകൃഷ്ണൻ നായർ അവർകളെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കാനായി ശ്രീമതി ഉദയചന്ദ്രിക മാഡത്തിനെയും ക്ഷണിക്കുന്നു. ആശംസകൾ അർപ്പിക്കാൻ ശ്രീ വെങ്ങാനൂർ രാമകൃഷ്ണൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സരുമുള്ള പ്രമുഖരെ, ഏവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പ്രണാമം. ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും ഇതുപോലെ പ്രഗത്ഭമായ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായത് വാസ്തവത്തിൽ എനിക്ക് തന്നെ അത്ഭുതകരമായൊരു കാര്യമാണ്. അതിന് നിങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും ജഗദീശനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം നിർവഹിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് സഫലമി ചാർധാം യാത്ര. ആ പേര് കേൾക്കുമ്പോൾ തന്നെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ആണെന്നുള്ളത് മനസ്സിലാവും. ചാർധാം 4 തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതിലേക്കുള്ള യാത്ര സഫലമായി നിർവഹിക്കാൻ കഴിഞ്ഞ ശ്രീ മോഹൻ രചിച്ച പുസ്തകമാണ്. ദീർഘമായി പുസ്തകത്തിനെ പറ്റി സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. ഈ ചാർധാം എന്ന് പറയുന്നത് ഹിമാലയത്തിലെ പ്രദേശങ്ങളാണ് എന്നുള്ളതൊരു പക്ഷേ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ യാത്ര ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതിനൊരു മഹാഭാഗ്യമാണ്.
തണുപ്പ്, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ദുർഘടങ്ങൾ തരണം ചെയ്ത് മാത്രമേ അവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പുസ്തകത്തിൽ വിശദമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഇന്നത്തെ ഈ അവസരം ചോദിച്ചതല്ല, അപൂർവം ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിൽ ഈ ചാർധാം എന്ന് പറയുന്നതിൽ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായി എനിക്ക് പറയാൻ സാധിക്കും. അത് പിന്നെ കേദാർനാഥ്, ബദ്രീനാഥ്, ഈ 2 സ്ഥലങ്ങളിലാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ 2 സ്ഥലം ഗംഗോത്രി, യമുനോത്രി, അവിടെ ഞാൻ പോയിട്ടില്ല. അവിടെ പോകാനുള്ള ഭാഗ്യം ശ്രീ മോഹനുണ്ടായി. ഈ 4 സ്ഥലത്തും പോകാൻ സാധിച്ച ആ ഒരു ഭാഗ്യത്തിന് ഞാൻ മോഹൻ അനുമോദിക്കുകയാണ്. അതൊരു മഹാഭാഗ്യമാണ്. തനിച്ചല്ല, ശ്രീമതിയോടൊത്താണ് പോയത്. യാത്രയുടെ എന്താണ് ദൈവാനുഗ്രഹം. യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, യാത്ര നടക്കില്ല. അതിന് ഒരു നിയോഗം തന്നെ വേണം. എത്ര ആഗ്രഹിച്ചിരുന്നാലും ദൈവത്തിൻ്റെ ഹിതം കൂടി, അതായത് നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് ഭഗവാന്റെ ഇച്ഛ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോൾ അങ്ങനെ ആ ഭാഗ്യം സിദ്ധിച്ച 2 പേരാണ് ശ്രീ മോഹനും ശ്രീമതി മിസ്സിസ് മോഹനും. അവരെ ഈ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. ഇനിയും ഇത്തരം യാത്രകൾ ഒരു പക്ഷേ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടാവും. അതിനും കൂടി ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ യാത്രയെ സംബന്ധിച്ച് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ അറിവിൽപ്പെട്ട ഒരുപാട് പുരാണ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഇതിൽ കൂടി കടന്നു വരും. ഞാൻ ഈ യാത്രയെ സംബന്ധിച്ച് പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരത്തെ. പക്ഷേ ഈ മോഹൻ എഴുതിയ പുസ്തകവും ഞാൻ എഴുതിയ പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനീ പോയ യാത്രയൊക്കെ അതേപടി അങ്ങ് എഴുതി പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള അവതാര പുരുഷന്മാർ, അവിടെയെല്ലാം പിന്നെ പഴയ കാലത്ത് നമ്മൾ ഈ പുരാണങ്ങളിൽ വായിക്കുന്ന ആ ചരിത്രപരമായ സംഭവങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിശയമാണ്. കാരണം ഒരു പരന്ന വായന ശീലമുള്ള ഒരാളിന് മാത്രമേ ആ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പോയ സ്ഥലത്തൊക്കെ ഉള്ള വിശേഷങ്ങൾ ഞാനായാലും ഓരോന്നേരം എടുത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ പെട്ടെന്ന് സംസാരിച്ച് വരുമ്പോൾ തന്നെ മറന്നു പോകണം. അതുകൊണ്ട് ഞാൻ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും പുസ്തകം വായിക്കുമ്പോൾ അതിൽ എനിക്ക് തോന്നിയത്, പുസ്തകത്തിൽ പോയ ഈ സ്ഥലങ്ങളുടെ കാര്യത്തിലുപരി പുരാണ കഥാപാത്രങ്ങളെ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. അത് മോഹൻ്റെ മറ്റ് വായനകളിലുള്ള അറിവിൽ നിന്ന് കിട്ടിയതായിരിക്കണം. അതിനെക്കൂടി ബന്ധപ്പെടുത്തിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഗംഗോത്രി, യമുനോത്രി എനിക്ക് പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ള സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേദാർനാഥ്, ബദ്രീനാഥൊക്കെ എന്ന് പറയുമ്പോൾ കേദാർനാഥിൽ പോയ അനുഭവം ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. എനിക്ക് വർഷം ഓർമ്മയില്ല, ഒരു പ്രളയത്തിൽ ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അങ്ങനെ ഒരു പ്രളയത്തിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ കെട്ടിടങ്ങളും ഒക്കെ ഒലിച്ചു പോയി, ഉപരിതലത്തിലെ മണ്ണ് മുഴുവനും പോയി, ക്ഷേത്രം മാത്രം അവശേഷിച്ചു. ആ ക്ഷേത്രം അവശേഷിക്കാൻ തന്നെ കാരണം ഒരു വലിയ പാറ ഈ വെള്ളത്തിൽ ഒഴുകി വന്ന ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ക്ഷേത്രത്തിനെ സംരക്ഷിച്ച് നിന്നു. ആ പാറയുടെ പടമൊക്കെ പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു. എന്താണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഭീംശില എന്നാണ് അതിന് പറയുന്ന പേര്. വാസ്തവത്തിൽ അവിടെ ചെന്ന് കാണുമ്പോഴേ നമുക്കതിൻ്റെ അത്ഭുതകരമായ അവസ്ഥ മനസ്സിലാവുള്ളൂ. കറക്റ്റായിട്ട് ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ആ പാറ വന്നങ്ങനെ ഇരിക്കുന്നു. ആ പാറയുടെ 2 വശത്തുകൂടി കുത്തിയൊലിച്ച് ജലം പോയി, ആ സമീപത്തുള്ള മണ്ണെല്ലാം ഒലിച്ചു പോയി ഒരു ബാരൻ ആയിട്ടുള്ളൊരു സ്ഥലമായി മാറി. ക്ഷേത്രം മാത്രം ഒരു പരുക്കും കൂടാതെ അവിടെ ഉണ്ട്.
അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താണ് ആ ജഗദീശ്വരൻ്റെ ശക്തിയെപ്പറ്റി ഒരു പ്രത്യേക ഒരു ഒരു അന്തർബോധം നമുക്കുണ്ടാകും. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പോയി കണ്ടതിനേക്കാളും വളരെ മാറ്റമുണ്ട്. അന്ന് ഈ ഉപരിതലത്തിലെ മണ്ണ് പോലും ഒലിച്ച് പോയിട്ട് എല്ലാം നശിച്ചു, ക്ഷേത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ താൽക്കാലിക ഷെഡുകളിൽ മാത്രമാണ് ആളുകൾ അവിടെ ഈ ആഹാരത്തിനൊക്കെ സൗകര്യപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത് അവിടെ ചെന്ന് എങ്ങനെയാണോ ആ സ്ഥലത്ത് കാണുന്നു ആ ഒരു അനുഭവം നമുക്കുണ്ടാവും. അതുകൊണ്ട് പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കണം. വായിച്ചാൽ ആ ഒരു യാത്ര നടന്ന അതേ അനുഭവം നമുക്കുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഈ അവിടെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയ ആദിശങ്കരൻ എല്ലാവർക്കും അറിയാമായിരിക്കും. കാലടിയിലാണ് ജനിച്ച്. കൊച്ചായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സഞ്ചരിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തപസ്സനുഷ്ഠിച്ച ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു മൽബറി വൃക്ഷം, 1200 വർഷം പഴക്കമുള്ള മൽബറി വൃക്ഷം, അതിൻ്റെ പടമൊക്കെ ഉണ്ട്. അത് ആ സ്ഥലം ഒക്കെ പോയി കാണുക എന്ന് പറഞ്ഞിരുന്നാൽ വാസ്തുവിലൊരു ദൈവാനുഗ്രഹമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും ഈ അനുഭവങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത അതേ അനുഭവം നമുക്കുണ്ടാവും. ആ തരത്തിൽ വളരെ ഹൃദ്യമായ രീതിയിൽ പുസ്തകം ശ്രീ മോഹൻ രചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുസ്തകത്തിൽ ഈ യാത്ര നടക്കുന്ന സ്ഥലത്തിനുപരി നമ്മുടെ പുരാണങ്ങളിൽ, ഭാരതത്തിലും മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ വരുന്ന കഥാപാത്രങ്ങളുടെ ഈ ബന്ധപ്പെടുത്തി ആ അനുഭവങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഹൃദ്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞു വന്നാൽ എനിക്ക് കൂടുതൽ വിശദമായിട്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായിരുന്നാലും വളരെ ഹൃദ്യമായ രീതിയിൽ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. എല്ലാവരും ആ പുസ്തകം വാങ്ങി വായിച്ച് ധന്യരാവണം. പിന്നെ ഈ യാത്രയിൽ എനിക്കൊന്ന് പറയാനുള്ളത്, സാധാരണ ഇതുപോലുള്ള ദുർഘടം പിടിച്ച സ്ഥലത്തൊക്കെ പോകുമ്പോൾ സ്ത്രീകളുടെ കൂടെ കൊണ്ടുപോകാൻ മടിക്കും. പക്ഷേ മോഹൻ്റെ കൂടെ പോകാനും ആ അഡ്വഞ്ചറിലൊക്കെ പങ്കെടുക്കാനും ധൈര്യം കാണിച്ച ശ്രീമതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ഇത്തരം യാത്രകളിൽ ഇവർക്ക് ആഗ്രഹമുണ്ടാവും. അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ദീർഘമായി പോയോന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും എല്ലാ ഭാവുകങ്ങളും ഇനിയും ഇതുപോലെയുള്ള യാത്ര നടത്തി നല്ല യാത്രാ വിവരണങ്ങൾ എഴുതി ഒരു നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ മോഹന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനൊരു സന്ദർഭം തന്നതിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിൻ്റെ വാക്കുകൾക്ക് നന്ദി സാർ. ആശംസകൾ നേരാനായി ശ്രീമതി ഉദയചന്ദ്രിക മാഡത്തിനെ സാദരം ക്ഷണിക്കുന്നു. ഓരോരുത്തർക്കും ലൈഫിൽ കുറേ ആംബിഷൻസ് ഉണ്ടാകും, ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാകും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചാർധാം പോകണമെന്നുള്ളത്. ആക്ച്വലി ഈ ബുക്ക് പഠിക്കുമ്പോൾ സമ്പത്തും സമയവും ഉണ്ടെങ്കിലും ഈ യാത്ര ധന്യമാകാമെന്ന ഒരു ചിന്തയുണ്ടെങ്കിലും അത് മാറ്റിവെക്കുന്നത് നല്ലതാണ്. കാരണം ഈ യാത്ര പൂർത്തിയാക്കണമെങ്കിൽ ജഗദീശ്വരൻ നിശ്ചയിക്കണം. അദ്ദേഹം നമ്മളെ കാണാൻ തയ്യാറായാൽ മറ്റെല്ലാം നമ്മളിൽ എത്തിച്ചേരും. ചുരുക്കി പറഞ്ഞാൽ സമയമാകുമ്പോൾ മാത്രമേ സാധ്യമാകൂ. ഈ വേർഡ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള വേർഡാണ്. ശരിയാണ്, എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെയുള്ള യാത്രകൾക്ക് പോകുമ്പോൾ ശരിക്കും ഈശ്വരൻ വിളിച്ചാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഐ റിയലി അപ്രിഷ്യേറ്റ് ദാറ്റ്. പിന്നെ സാറ് പറഞ്ഞത് ചാർധാം യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൊണ്ട് ആ ഫീല് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് പോകാൻ പറ്റിയതും അതും ഭാര്യയോടൊത്ത്
അതിന് വളരെ വളരെ ഹാപ്പി ഫീലിംഗ് ആണ്. ശരിയാണ്, ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ റയറായിട്ട് ചെയ്യുന്ന, വേറൊന്നുമില്ല നമ്മളെപ്പോലെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൽ പുള്ളിക്കാരിയെ ദാറ്റ് വാസ് അമേസിങ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭാര്യയെ വർണ്ണിച്ചുകൊണ്ട് പുള്ളിക്കാരി തോളിൽ ചാഞ്ഞു നിന്ന് അതിനെ ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതിയ ഒരു ഹസ്ബൻഡിൻ്റെ ആ ഒരു ഫീല് കണ്ടു. അതും ഇതായി. പിന്നെ പൊതുവേ എനിക്ക് കഥകളെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ആക്ച്വലി ആലയ അതിശയങ്ങൾ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് അഭിനയിക്കാനാണ്. എങ്കിലും ഓരോ ക്ഷേത്രത്തിന് ബാക്കിലുമുള്ള ആ സ്റ്റോറികൾ പറയുക, അത് കേട്ട് അതിനെ ആനന്ദിക്കുക എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ഫീൽ ഇതിൽ കിട്ടും. ഓരോ നദി, എന്തുകൊണ്ടാണ് സരസ്വതി നദി ഭൂമി അടിയിൽ നിന്ന് പോകുന്നതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി, ചിലതൊക്കെ എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നി. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ കഥയോട് ഉപമിച്ച് കൊച്ചു കുട്ടികൾക്ക് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു നല്ല പുസ്തകം എഴുതിയ എൻ്റെ ബ്രദറിന് വളരെ വളരെ ആശംസകൾ. എല്ലാവർക്കും എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊരു പ്രത്യേക കഴിവ് വേണം. ആ കഴിവ് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് കിട്ടിയതിൽ ഐ റിയലി ഫീൽ സോ പ്രൗഡ്. ഇതിനെ വാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി. സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. താങ്ക് യു സോ മച്ച്. നന്ദി മാം. മറുപടി പ്രസംഗത്തിനായി ഗ്രന്ഥരചയിതാവായ ശ്രീ എസ് മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 4ാമത്തെ പുസ്തകമാണിത്. ആദ്യത്തെ ഒരു കളക്റ്റഡ് സ്റ്റോറീസ് ആയിരുന്നു മലയാളം. പിന്നെ 2 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളായിരുന്നു. അതിൽ 3 പുസ്തകവും പ്രകാശനം ചെയ്തപ്പോഴും ഞങ്ങളുടെ ആദരണീയനായ എം ഡി രാജശേഖരൻ നായർ സാറുണ്ടായിരുന്നു. ഒപ്പം രാധാ മേഡവും ഉണ്ടായിരുന്നു. കാര്യം എനിക്കെന്തോ അവരെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ ആ 3 ബുക്കും 4ാമത്തെ ബുക്കിനും തയ്യാറായതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചില്ല. ബോംബെയിൽ ഒരു അത്യാവശ്യമായിട്ട് പോയത് കാരണം വരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇല്ലായിരുന്നത്. എന്തായാലും എൻ്റെ ഗുരുനാഥൻ സാറിനെ ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ പോയി വിളിച്ചത്. സാറ് വളരെ സന്തോഷത്തോടെ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ സാറിന് വളരെയധികം നന്ദി പറയുന്നു. ഈ ബുക്ക് രചിക്കണം എന്ന് യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം വളരെ കാലം കൊണ്ട് എയർഫോഴ്സിൽ 20 വർഷം ഉണ്ടായിരുന്നപ്പോഴേ യാത്രയെക്കുറിച്ച് ചിന്തിച്ചു. അന്ന് നടന്നില്ല. അന്ന് ഞാൻ ബാച്ചിലറായിരുന്നു. പിന്നെ ഇതിന് പോവാൻ സമയത്ത് ആണ് നമ്മുടെ രാധാ മേഡം പറഞ്ഞത്, പോകുമ്പോൾ നമ്മളെപ്പോഴും ഇത് ഫേസ്ബുക്ക് ലൈവ് കൊടുക്കണം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവൊക്കെ കൊടുത്തപ്പോൾ പലരും എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു അതിനുശേഷം അവിടെ എന്താ നടന്നത്, അല്ലെ അതിനുശേഷം അതിൻ്റെ മുകളിൽ പോകുമ്പോൾ എന്താണ്. അങ്ങനെ പലരും എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് എനിക്കൊരു ബുക്കാക്കിക്കൂടാ എന്ന് ചിന്തിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ മലയാളത്തിലെ സമാനതകളുള്ള ഒരുപാട് ബുക്കുകൾ നോക്കി. തപോവനം സ്വാമിയുടെ ഒരു ബുക്കാണ് ആദ്യം ഇറങ്ങിയത്. അങ്ങനെ കുറേ ബുക്കുകൾ വായിച്ചപ്പോൾ വളരെ ബൃഹത്തായ ബുക്ക് ഈ വിഷയത്തിനെക്കുറിച്ച് മലയാളം സാഹിത്യത്തിലുണ്ട്, കൂടാതെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുണ്ട്. അങ്ങനെ ഒട്ടനവധി ബുക്കുകൾ റെഫർ ചെയ്ത്. കാര്യം ഞാൻ പോയ ഒരു കാര്യം എഴുതുമ്പോൾ ഇന്ന് എത്രാം തീയതി യമുനോത്രി പോയി അവിടെ ഇത് കണ്ടു എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു ഉചിതമായ ഒരു വർക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉത്ഭവങ്ങളും കഥകളും എല്ലാം പല ബുക്കുകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി ഞാൻ അങ്ങനെയാണ് ഈ ബുക്ക് എഴുതിയത്. എനിക്ക് ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് ഒട്ടനവധി പേരോട് നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഒട്ടനവധി പേര്, എൻ്റെ ഗുരുനാഥൻ മധു സാർ ഇന്ന് വന്നിട്ടില്ല. അദ്ദേഹമാണ് ഞാൻ ആദ്യത്തെ പ്രൂഫ് സാറിൻ്റെയിലാണ് കൊണ്ട് കൊടുക്കുന്നത്. സാറാണ് അത് തിരുത്തി എനിക്ക് തന്നത്. പിന്നെ ഇതിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജാ വാര്യർ, പെർഫോമിംഗ് ആർട്ടിൻ്റെ മുൻ ഡയറക്ടറായിരുന്നു കേരള യൂണിവേഴ്സിറ്റി. അദ്ദേഹം ഇന്നില്ല, ഇവിടെ ഇപ്പോൾ ഇല്ല. അദ്ദേഹം ഒരു നാടക ട്രൂപ്പായിട്ട് മോസ്കോയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ അവതാരിക എഴുതിയത്. ഇത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായ ഗ്രീൻ ബുക്സ്. ഞാൻ അതിൻ്റെ MD കണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ വായിച്ചിട്ട് പറയാം. വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ നമുക്കിത് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. അവരോട് പിന്നെ പ്രൂഫ് റീഡ് ചെയ്യുന്ന ശരത്ചന്ദ്രലാൽ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി പേരോട്, ബിയോണ്ട് ബുക്സ് ട്രിവാൻഡ്രം, അങ്ങനെ ഒരുപാട് പേര് എനിക്കിത് സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എനിക്ക് പ്രസിദ്ധീകരിക്കാൻ. പുസ്തകത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. എൻ്റെ പുസ്തകം ഞാൻ തന്നെ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ശരിയല്ല. അതുകൊണ്ട് പുസ്തകം സമയം കിട്ടുകയാണെങ്കിൽ ഗ്രീൻ ബുക്സിൽ അവൈലബിൾ ആണ്, വായിക്കുക. ഒരു
ഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കുഞ്ഞുനാളിൽ വായിച്ച അമ്മൂമ്മ പറഞ്ഞ ചെറുകഥകളിലെ കഥാപാത്രങ്ങൾ ഈ യാത്രയിലുടനീളം പലയിടത്തു നിന്ന് നമ്മളെ നോക്കി അതെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ജീവിച്ചിരുന്നു എന്ന ചില അടയാളങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഭാരതം ലോകത്തിലെ സമാനതകളില്ലാത്ത മാറ്റിവെക്കാനാവാത്ത ഒരു സംസ്കാരമുള്ള പൈതൃകമുള്ള ഈ ഒരു രാജ്യമാണെന്നും ആ രാജ്യത്ത് എനിക്ക് ജനിക്കാൻ സാധിച്ചതിൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൂടുതലൊരു എന്താ പറയുക അഭിമാനമാണ് തോന്നുന്നത് ഞാനൊരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ. കാര്യം അത്രത്തോളം രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണ്, ആ മണ്ണിൽ ഉള്ള യാത്രയിൽ പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് പലതും കാണുമ്പോഴും എടുക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശങ്കരാചാര്യർ തപസ്സിരുന്ന 1200 വർഷമുള്ള ആ കൽപ്പവൃക്ഷത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴും വ്യാസമുനി ഇരുന്ന ഈ മഹാഭാരതം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്ത ആ ഗുഹയിൽ കയറിയപ്പോഴും അത് ഇരുന്ന് പകർത്തിയ ഗണേശ ഗുഹയിൽ പോയപ്പോഴൊക്കെ എനിക്ക് തോന്നി ഭാരതം നമ്മൾ കണ്ടതുപോലെ അല്ല, തീർച്ചയായിട്ടും വളരെ അധികം സംസ്കാരവും പൈതൃകവുമുള്ള ഒരു മഹത്തായ രാജ്യമാണ് എന്ന് ഈ രാജ്യത്ത് ജനിക്കാൻ സാധിച്ചതിൽ അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. ഓരോ ഭാരതീയനും ഓർക്കേണ്ട ഒരു നിമിഷമായിട്ടാണ് എനിക്കത് തോന്നിയത്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പേർക്കും ഞാൻ നന്ദി. ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സുണ്ട്, എയർഫോഴ്സ് റിട്ടയർഡ് ഫ്രണ്ട്സുണ്ട്, അല്ലാത്ത ഞങ്ങളുടെ ഉദയസമുദ്രയിലെ ഫ്രണ്ട്സുണ്ട്, ഹൈസ്കൂൾ സ്കൂളിൻ്റെ ആൾക്കാരുണ്ട്, എൻ്റെ റിലേറ്റീവ്സുണ്ട്. എല്ലാ പേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി. ഗ്രന്ഥപരിചയത്തിനായി ശ്രീമതി ഷൈന കൈരളിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആമുഖം അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ശ്രീ മോഹൻ സർ രചിച്ച സഫലമി ചാർധാം യാത്ര. ഞാൻ ഇന്നലെ 7 മണിക്കാണ് ഈ പുസ്തകം വായിക്കുന്നത്. 7 മണി തൊട്ട് 11 മണി വരെ ഈ പുസ്തകം വായിച്ചു. പകുതി വായിച്ച് തീർന്നപ്പോൾ സാറിന് ഞാനൊരു മെസ്സേജ് അയച്ചു, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ സാറ് തിരിച്ച് മെസ്സേജ് അയച്ചു, ഒന്നും പറയാനില്ല, ഷൈന പറഞ്ഞാൽ മതി എന്ന്. സാധാരണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പേജുകൾ കഴിയുമ്പോൾ അതിനെ മാറ്റി വയ്ക്കാറുണ്ട്. ചിലപ്പോൾ പകുതി വായിച്ചിട്ട് മാറ്റി വയ്ക്കും. അതുപോലെ ഒരു പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ നമ്മൾ തിരിച്ചെടുക്കണമെന്നില്ല, പിന്നെ നമ്മൾ വായിക്കാറില്ല. പക്ഷേ എനിക്കിത് വീണ്ടും വായിക്കണം എന്നുണ്ട്. കാരണം ഇന്ന് ഈ പുസ്തക പരിചയം നടത്തുന്നതിന് വേണ്ടി ഞാൻ വായിച്ചതാണ്, പെട്ടെന്ന് വായിച്ചതാണ്. പക്ഷേ ഇനി എനിക്ക് അതിനെ ആത്മാർത്ഥമായിട്ടൊന്ന് വായിച്ചെടുക്കണം. അത് ഈ ആഴ്ച തന്നെ അത് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും. ഒരു സഞ്ചാര സാഹിത്യകാരൻ നല്ലൊരു പ്രകൃതി നിരീക്ഷകനായിരിക്കണം, അതുപോലെ തന്നെ സൗന്ദര്യ ആസ്വാദകനായിരിക്കണം. തന്മയീ ഭാവത്തോടെ പ്രകൃതിയെ ആസ്വദിക്കാനും കാണാനും കേട്ടറിയാനും ഒക്കെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിയണം. സർവോപരി അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി കൂടിയായിരിക്കണം. സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ എസ്.കെ. പൊറ്റക്കാടാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. മോഹൻ സാറിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ എസ്.കെ. പൊറ്റക്കാടിനെ ഞാൻ പലപ്പോഴും ഓർത്തു. കാരണം എസ്.കെ. പൊറ്റക്കാടിൻ്റെ പരാമർശം ഇതിൽ പലയിടത്തുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻസിന് അത് കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം ഓർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വരികൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ആർഷ സംസ്കാര പൈതൃകത്തിൻ്റെ നാടാണ്. ആ പൈതൃകത്തിൻ്റെ സൗഭാഗ്യത്തെയും സൗന്ദര്യത്തെയും മനോഹരമായി ആവിഷ്കരിക്കാൻ ഈ പുസ്തകത്തിൽ നന്നായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ഹിമവാന്റെ മണ്ണിൽ ചെന്ന് ചേരണം എന്ന്. ആ ആഗ്രഹ പൂർത്തീകരണമാണ് സാർ ഇവിടെ സാധിച്ചത്. സാറിനോടൊപ്പം 11 ദിവസം പത്നിയും കൂടെ ഉണ്ടായിരുന്നു. യാത്രകളിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ആ ചാർധാം യാത്ര പൂർത്തിയാക്കി തിരിച്ചു വരികയും സംതൃപ്തമായി
ഒരു യാത്രാ വിവരണം അതിമനോഹരമായിട്ട് അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹം പൂർത്തിയാക്കുന്നത് അദ്ദേഹം കണ്ട കാഴ്ചകളിലൂടെയും കേട്ട അനുഭവങ്ങളിലൂടെയും മാത്രമല്ല, മറിച്ച് പല കാലങ്ങളിലൂടെ പല സ്രോതസ്സുകളിലൂടെ താൻ നേടിയെടുത്തതായ അനുഭവത്തിൻ്റെ തീഷ്ണ മുഹൂർത്തങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചരിത്ര പഠിതാക്കൾക്ക്, അതുപോലെ തന്നെ ആത്മീയ അന്വേഷികൾക്ക്, പ്രകൃതി സ്നേഹികൾക്ക്, സർവോപരി ഭക്തർക്ക് വിലപിക്കാനാവാത്ത ഒരു അമൂല്യ ഗ്രന്ഥം തന്നെയാണ് ചാർധാം യാത്ര. 6 അധ്യായങ്ങളിലൂടെയാണ് ഈ ഗ്രന്ഥം കടന്നു പോകുന്നത്. വെറും 6 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഗ്രന്ഥത്തിൽ ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, അതുപോലെ തന്നെ കണ്ട കാഴ്ചകളും അനുഭവിച്ച അനിർവചനീയമായ സൗന്ദര്യവും സൗഭാഗ്യങ്ങളുമുണ്ട്. ഇതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്, ഇപ്പം നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ, ചെറുകഥ വായിക്കുമ്പോഴൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മനുഷ്യരാണ്. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ക്ഷേത്രങ്ങളാണ്, അതുപോലെ തന്നെ വിശുദ്ധമായ നദികളാണ്, അതുപോലെ തന്നെ ഇതിനകത്തെ പ്രകൃതിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അന്തരീക്ഷങ്ങളാണ് ഇതിന് തന്മയീഭാവം കൊടുക്കുന്നത് തന്നെ. 4 പുണ്യസ്ഥലങ്ങൾ ചേരുന്നതാണ് ചാർധാം എന്ന് പറയുന്നത്. ഒന്ന് യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരീനാഥ്. ഈ 4 പുണ്യസ്ഥലങ്ങൾ ചേരുന്നതാണ് ചാർധാം എന്ന് പറയുന്നത്. ഈ പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് വളരെയധികം വിവരിക്കുന്നുമുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, ആദിശങ്കരൻ ഹിമവാന്റെ താഴ്വാരത്തിൽ നവോത്ഥാനത്തിൻ്റെ നാൾവഴികൾ തീർത്തതും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിൽ കോറിയിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശൈലി എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് വളരെ ലളിത സുന്ദരമായ ഭാഷയാണ്. അതുപോലെ തന്നെ ഉജ്ജ്വലമായ ശൈലി, അതുപോലെ വായനക്കാരനെ പിടിച്ചിരുത്തുന്നതായ ആഖ്യാന തന്ത്രവുമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ബഷീറിൻ്റെ ഒരു തന്ത്രമുണ്ട്, അടുത്ത് പിടിച്ചിരുത്തി ചെവിയിൽ പറഞ്ഞു തരുന്നത് പോലെയാണ് ബഷീർ തൻ്റെ കൃതികൾ രചിക്കുന്നത്. അതേ തന്ത്രം തന്നെയാണ് നമ്മുടെ മോഹൻ സാറും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതും വളരെയധികം മനോഹരമായിട്ട് ആ എഴുത്തിലുടനീളം പ്രതിഫലിക്കുന്നുമുണ്ട്. ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേര് വന്നത്, ഉത്തരകാശിക്ക് സൗമ്യകാശി എന്ന പേര് വന്നത് എങ്ങനെയെന്ന് ഗംഗോത്രി എന്ന അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണേശൻ്റെ ജന്മസ്ഥലമായ ഡോഡി തടാകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനകത്ത് നമ്മളെ പിടിച്ചിരുത്തുന്നതായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ അതുപോലെ തന്നെ വായിക്കാം. ഗംഗോത്രിയിലെ ദൈന്യരായ മനുഷ്യരെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പ്രതിപാദിക്കുന്നത്. ആ ഡാബയിലെ വൃദ്ധനോട് ഞാൻ പറഞ്ഞു, പുണ്യം ചെയ്ത ജനങ്ങളാണ് നിങ്ങൾ. അത് അംഗീകരിക്കാൻ വിസമ്മതിച്ച മട്ടിൽ അയാൾ ചിരിച്ചുകൊണ്ട് പ്രതിവചിച്ചു, സാബ്, എന്ത് പുണ്യം, ഞങ്ങളുടെ ദുരിതം നിങ്ങൾക്കറിയില്ല. ഗംഗാനദിയും പർവ്വതങ്ങളും ക്ഷേത്രങ്ങളും കണ്ടാൽ വയറ് നിറയുമോ? ഈ ചോദ്യം വായനക്കാരനിലേക്കാണ് സാറ് എത്തിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, വായനക്കാർ തന്നെയാണ്. അപ്പോൾ ഹിമാലയം എപ്പോഴും വിസ്മയ കാഴ്ചകൾ കൊണ്ട് മുഖരിതമാണ്. അപ്പോൾ ഒരു സന്യാസിയോട്, മോഹൻ സാർ തന്നെ എഴുതിയ ആമുഖത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു സന്യാസിയോട് ഹിമാലയം കാണാൻ എത്ര ദിവസം വേണമെന്ന് ചോദിക്കുമ്പോൾ 3 ജന്മം എടുത്താലും 3-1 കണ്ടാലായി എന്ന് അദ്ദേഹം ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ ആമുഖമായി ഇത്തരത്തിൽ പറഞ്ഞു എങ്കിലും ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ പുസ്തകത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നത്. യമുനോത്രി എന്ന അധ്യായത്തിൽ അദ്ദേഹം ഒരു നല്ല സൗന്ദര്യ ആസ്വാദകനായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യാത്രയ്ക്കിടയിൽ പലയിടത്തും റോഡ് യമുന നദീതീരത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് യമുന നദിയുടെ സൗന്ദര്യം ഇടയ്ക്കിടെ ആസ്വദിച്ച് യാത്ര ചെയ്യാനായി. ഒരു വശത്ത് ദേവദാരു വൃക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ ഹിമാലയ മലനിരകൾ, മറുവശത്ത് അലയും ചുഴികളുമായി പാഞ്ഞൊഴുകുന്ന യമുന നദി. നയനാനന്ദകരമായ കാഴ്ചകൾക്കിടയിലൂടെയുള്ള യാത്ര ഞങ്ങൾക്ക് എത്രയും ആസ്വാദ്യകരമായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായ ഒരു സൗന്ദര്യ ആസ്വാദകനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ യമുനോത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ അധ്യായത്തിൽ തന്നെ ചരിത്ര സൂചനകൾ കൊടുക്കുന്നുണ്ട്. യമുനയ്ക്ക് യമ, സൂര്യ, തന്യ, കാളിന്തി എന്നീ വിളിപ്പേരുകൾ ഉള്ളതായും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യമുനയുടെ സഹോദരൻ യമൻ ആയതുകൊണ്ട് യമുനോത്രിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് വേദനയില്ലാത്ത ജീവിതാന്ത്യം ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. ഈ ഐതിഹ്യ കഥകളും പ്രകൃതിയുടെ വശ്യ സൗന്ദര്യവും നമ്മിൽ
പൊരുത്തമുള്ളതുപോലെ തോന്നി. വളരെ മനോഹരമായ വരികളിലൂടെയാണ് അദ്ദേഹം ഈ പുസ്തകം കൊണ്ടുപോകുന്നത് തന്നെ. തുടർന്ന് എഴുത്തുകാരനിലുള്ള ഒരു യുക്തിബോധത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് അല്പം താഴെയായി യമുനാ നദി അലയിളകി ഒഴുകുന്നു. ചിന്നിച്ചിതറിക്കിടക്കുന്ന ശിലാപാളികൾക്കിടയിലൂടെ ദിവ്യ സംഗീതാത്മകമായും താളബോധത്തോടെയും ഒഴുകുന്ന യമുനാ നദിയിലെ ജലം അതിശൈത്യം പകരുന്നതാണ്. മുഖം കഴുകാമെന്ന് കരുതി അല്പം ജലം കൈക്കുമ്പിളിൽ എടുത്തപ്പോൾ തന്നെ തണുപ്പിൻ്റെ കാഠിന്യം താങ്ങാനാകാതെ കൈകുടഞ്ഞ് ജലം യമുനയിൽ തന്നെ തിരികെ വീഴ്ത്തി. ക്ഷേത്രത്തിൻ്റെ പുറകിലായാണ് സൂര്യകുണ്ട്. നീരാവി നിർഗമിച്ചുകൊണ്ട് ഒഴുകിയെത്തുന്ന ഉഷ്ണ ജലധാര, തിളച്ചു പൊങ്ങുന്ന ജലപ്പരപ്പ് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്നും അദ്ദേഹം അതിനകത്ത് കുറിക്കുന്നുണ്ട്. തുടർന്ന് ഗംഗോത്രി എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം ഭാരതത്തോടുള്ള അകൈതവമായ തൻ്റെ പ്രണയമാണ് സൂചിപ്പിക്കുന്നത്. സൂര്യരശ്മികളുടെ സ്പർശനത്തിൽ രജതകാന്തി ചൊരിയുന്ന പർവ്വതനിരകൾ, മലനിരകളുടെ മുകളിലുള്ള വെണ്മയാർന്ന മഞ്ഞുപാളികളിൽ പ്രഭാതകാന്തി പ്രതിഫലിച്ചപ്പോൾ പ്രകൃതിയുടെ ദർപ്പണമാണതെന്ന് തോന്നി. തണുത്ത കാറ്റിൽ ചാഞ്ചാടുന്ന ചെറുവൃക്ഷങ്ങൾ ദലമർമ്മരമുണർത്തി എൻ്റെ ശരീരത്തെ പുണരാൻ തുനിഞ്ഞു. പുറത്തിട്ടിരുന്ന പ്ലാസ്റ്റിക് കസേരയിൽ അല്പനേരം ഇരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത എൻ്റെ ഭാരതത്തെ കാണുകയായിരുന്നു ഞാൻ സ്വന്തം മാതൃഭൂമിയുടെ സ്വത്വത്തെ ഇത്രയും നാൾ കണ്ടെത്താനായില്ലല്ലോ എന്ന ചിന്തയ്ക്ക് വിരാമമിടാൻ കഴിഞ്ഞ ഈ യാത്രയ്ക്ക് പ്രചോദനമേകിയ ദൈവത്തെ നന്ദിപൂർവ്വം സ്മരിച്ചു. താനൊരു ഭാരതീയനായി ജനിച്ചതിൽ അങ്ങേയറ്റം ആ പ്രണയവും ഭക്തിയും ഒക്കെ നിറയ്ക്കുന്ന വരികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് അദ്ദേഹം ഗംഗോത്രി എന്ന് പറയുന്ന അതേ അധ്യായത്തിൽ തന്നെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതായ ചില ഭാഗങ്ങളുണ്ട്. ചിലർ പുറത്തിറങ്ങി ഗ്യാസ് സ്റ്റൗവിൽ പാചകം നടത്തുന്നു. ആകാശത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുന്ന പോലെ മഞ്ഞിൻ്റെ വെള്ളത്തൊപ്പി അണിഞ്ഞ മലനിരകൾ ഇരുവശത്തുമുണ്ട്. ഞാൻ മലയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു മലയുടെ പാർശ്വത്തിൽ ചെമ്മരിയാടുകൾ കൂട്ടമായി മേയുന്നു. വീശിയെത്തുന്ന കാറ്റിന് സൂര്യകിരണങ്ങളുടെ ഇളം ചൂട് നൽകിയ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. തികച്ചും വിജനമായ സ്ഥലം. റോഡരികിലെ ഒരു ഉരുളൻ പാറയിൽ ഞാനിരുന്നു. നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൻ്റെ സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഒരു തലമുണ്ട്. അതിന് പല മാനങ്ങളാണ് എഴുത്തുകാർ അതുപോലെ തന്നെ നിരൂപകന്മാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയാതെ പോകാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും. മഹാഭാരത കഥകളിൽ പാണ്ഡവരുടെ അന്ത്യയാത്ര വായിച്ചത് മനസ്സിലൂടെ കടന്നുപോയി. യാത്രാമധ്യേ ദ്രൗപദി നിലംപതിച്ചപ്പോൾ ഭീമസേനൊഴികെ മറ്റാരും അവളെ തിരിഞ്ഞു നോക്കിയില്ല. സഹായിക്കാൻ എത്തിയതുമില്ല. കൊടുംകാട്ടിൽ നിസ്സഹായിയായി കണ്ണടച്ച് മരണമെത്തുന്ന നിമിഷവും കാത്തുകിടന്ന സമയത്ത് ഇഴഞ്ഞിഴഞ്ഞ് അവളുടെ അടുത്തെത്തിയ ഭീമസേനൻ പ്രണയാർദ്രമായ ആ ചോദ്യം ചോദിച്ചത് അവിടെ വെച്ചാണ്. പ്രിയേ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അടുത്ത ജന്മം ജ്യേഷ്ഠ പാണ്ഡവനായി ജനിക്കണം. ഈ വാക്കുകൾ ദ്രൗപദിയുടെ ചുണ്ടുകളിൽ നിന്ന് മന്ദമായി ഇറ്റുവീണു. സുനിൽ പീളയുടെയും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകന്മാരുടെയൊക്കെ വായിൽ നിന്ന് നമ്മൾ കേട്ട വരികളാണ്, പലപ്പോഴും കേൾക്കുന്നതാണ്. മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഈ വരികൾ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വായിക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ വേദി അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ അവസാനത്തെ വരികൾ വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളാം. എന്തൊക്കെയാണ് ദർശിച്ചത്? ഒന്നുമായിട്ടില്ല. പാരാവാരത്തിലെ ഒരു ജലബിന്ദുവിൻ്റെ അളവിൽ മാത്രമേ കണ്ടുള്ളൂ, അനുഭവിച്ചുള്ളൂ. ഇനിയും എന്ത് അറിയില്ല. എല്ലാം ആ മഹാശക്തിയുടെ അഭിലാഷം പോലെ, നിയോഗം പോലെ നമ്മൾ വിധേയർ. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ 4 ക്ഷേത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തുള്ളിയാകാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും പുസ്തകം വായിക്കുക, അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകം വാങ്ങണം, വായിക്കണം, അഭിപ്രായങ്ങൾ പറയുക. മനോഹരമായൊരു പുസ്തകമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിച്ച ഏറ്റവും അമൂല്യ ഗ്രന്ഥമാണ് ഇത്. കാലങ്ങളോളം കാലാധിവർത്തിയായി നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മോഹൻ സാറിനും അതുപോലെ പത്നിക്കും ചാർധാം യാത്ര നടത്തിയ, അതുപോലെ തന്നെ സമ്പൂർണ്ണമായി അതിനെ പരിസമാപ്തിയിലെത്തിച്ച അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പുസ്തകങ്ങൾ നല്ല ചങ്ങാതിമാരാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വാഗ്മയ ചിത്രങ്ങൾ കോറിയിടുന്ന
നല്ലൊരു യാത്രാനുഭവവും വായനാനുഭവവും അനുവാചകർക്ക് സമ്മാനിക്കുന്ന സഫലമീ ചാർധാം യാത്ര എന്ന ഈ പുസ്തകം ഓരോരുത്തരും ഹൃദയത്തിലേറ്റും എന്ന വിശ്വാസത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.